മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അനുസ്വാരത്തെക്കുറിച്ച് പഠിക്കാം. മലയാളം അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളിൽ വരുന്ന 2 അക്ഷരങ്ങളാണ് അം, ആ. എന്നാൽ നാം ലിപി പരിഷ്കരണത്തോടനുബന്ധിച്ച് ഇവ രണ്ടും സ്വരാക്ഷരങ്ങളിൽ വരുന്നില്ല, വേറിട്ട് നിൽക്കുന്നവയാണെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അം എന്നതും ആ എന്നതും ഈ സ്വരാക്ഷരങ്ങൾ എഴുതുമ്പോൾ എഴുതാൻ പാടില്ല. ഇപ്പോഴത്തെ നിയമമനുസരിച്ച് എഴുതാൻ പാടില്ല. അപ്പോൾ അം, അഹ എന്നുള്ളത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അം എന്നാൽ അം മകാരമാണ്. അം എന്നാൽ മകാരമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അം വരുമ്പോൾ ഈ മകാരം എങ്ങനെ വരുന്നു എന്നതൊക്കെയാണ് ഇന്ന് പറയുന്നത്. സാധാരണ നാം ടീച്ചേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് 0 എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 0 എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കത് എളുപ്പം മനസ്സിലാക്കും, കേട്ടാൽ പരിചിതമാണ് 0. അനുസ്വാരം എന്നൊന്നും പറയുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക് മനസ്സിലാകാറില്ല. നാം അത് മലയാളം ക്ലാസ്സിൽ മാത്രം അത് പ്രയോഗിക്കുമ്പോഴും അവർക്ക് പെട്ടെന്ന് അനുസ്വാരം എന്നുള്ള വാക്കിനേക്കാളും എളുപ്പത്തിൽ വരുന്നത് 0ആണ്. ഈ അനുസ്വാരം എങ്ങനെയാണ് എഴുതേണ്ടത്? അത് ഒരു ചെറിയ 0 തന്നെയാണ്. ഠ. അതുപോലെ തന്നെ അം എന്ന് പറയുന്നത് ഠ എന്നും 0 എന്നും ഉള്ള അത്രയും വലുപ്പം വേണ്ട, ചെറിയ ഒരു 0 തന്നെയാണ് ഈ അനുസ്വാരം. ഒരു അക്ഷരത്തിൻ്റെ പകുതി വലുപ്പമേ ഉള്ളൂ ഈ അനുസ്വാരം. കണ്ടോ? അനുസ്വാരത്തിൻ്റെ കൂടെ സ്വരം വന്നാലാണ് മകാരാകുന്നത്. അതുപോലെ തന്നെ 0 എന്ന് പറയുന്നതിനേക്കാൾ അനുസ്വാരം എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കത് പെട്ടെന്ന് അനുസ്വാരം മനസ്സിലാക്കും. അടുത്തത് നോക്കൂ. ഓണം, ആണ്. 2 വാക്കുകൾ. ഓണമാണ് പിരിച്ചെഴുതിയപ്പോഴാണ് ഓണം ആണെന്ന് എഴുതിയത്. അത് ചേർത്ത് എഴുതിയപ്പോൾ അം എന്നുള്ളത് മായായി തീർന്നു. മറ്റൊരു വാക്ക് നോക്കൂ. ചിത്രമുണ്ട് എന്നാണ്. കണ്ടോ? അപ്പോൾ ചിത്രം അധികം ഉണ്ട്. ചിത്രം അംകാരം വന്നു. കണ്ടോ? അവിടെ അനുസ്വാരം വന്നു. അപ്പോൾ മനസ്സിലാക്കി എഴുതുക. മാന്ന് വന്നു കഴിഞ്ഞാൽ അം വരും എന്ന്, അതായത് അനുസ്വാരം വരുമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്ത വാക്ക് നോക്കൂ. മരമില്ല. മായാണ് വന്നിരിക്കുന്നത്. മായ്ക്ക് പകരം അത് പിരിച്ച് 2 വാക്കുകളാക്കുമ്പോൾ അനുസ്വാരമാണ് വരേണ്ടത്. മരം ഇല്ല. കണ്ടോ? ഇങ്ങനെ വേണം നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾക്ക്. അടുത്തത് കണ്ടോ? മരം എവിടെ. മരം എവിടെ 2 വാക്കുകൾ ചേർന്നപ്പോൾ മകാരം തന്നെ വന്നു, ഏടെ ചിഹ്നവും വന്നു. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. സ്വരം പിന്നിൽ വന്നാൽ അനുസ്വാരം മകാരമാകും. അനുസ്വാരത്തിൻ്റെ കൂടെ സ്വരം വന്നാലാണ് മകാരമാകുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ 0ത്തിൻ്റെയോ ഠഠഠഠനത്തെ ഠായുടെയോ അത്രയും വലുപ്പമില്ല. ഒരു അക്ഷരത്തിൻ്റെ പകുതി വലുപ്പം മാത്രമേ അനുസ്വാരത്തിനുള്ളൂ. അതുകൊണ്ട് അനുസ്വാരം എഴുതുമ്പോൾ ഇനി വലുപ്പം കൂടാതെ ആ കുഞ്ഞു വൃത്തത്തിൽ തന്നെ കുഞ്ഞു വട്ടമായി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.